കവളപ്പാറയിൽ മണ്ണിടിഞ്ഞു വീണ് നികന്ന പ്രദേശം നിരപ്പാക്കി കൃഷിയോഗ്യമാക്കി നൽകണമെന്ന പ്രദേശവാസികളുടെ ആവശ്യം എവിടെയും പരിഗണിക്കപ്പെട്ടിട്ടില്ല. ഹൈക്കോടതി വരെ പ്രശ്നത്തിൽ സർക്കാരിനെ വിമർശിച്ച രംഗത്തെത്തിയെങ്കിലും മൂന്നാം വാർഷികം എത്തുമ്പോഴും ദുരന്തശേഷിപ്പായ മണ്ണ് അതുപോലെ കിടക്കുകയാണ്. 34 ഏക്കറിലാണ് ഇപ്പോൾ ഈ കിടക്കുന്ന മണ്ണ് വന്ന് മൂടി കിടക്കുന്നത്. ഇപ്പോൾ നമ്മളവിടെ കാണുന്ന തെങ്ങും കവുങ്ങില്ല, അതേപോലെ നിറച്ചും തെങ്ങും കവുങ്ങായിരുന്നു ഫുള്ളായിട്ട്. അത് ഓരോരുത്തർക്കും ഓരോ 30 സെൻറ്റ് 40 സെൻറ്റ് എന്നിങ്ങനെ സ്ഥലങ്ങളായിരുന്നു. 1 ഏക്കർ വരുന്ന സ്ഥലങ്ങളായിരുന്നു. അതിനകത്ത് എല്ലാവരും നല്ല കമുകും തെങ്ങുമായിരുന്നു കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. എങ്ങനെ കളിച്ചാൽ ഒരു 40 സെൻറ്റ് സ്ഥലത്ത് നിന്ന് ഒരു 1 ലക്ഷം രൂപയുടെ അടുത്ത് അടയ്ക്ക് നമുക്ക് പറിച്ചുകൊണ്ടിരുന്നത്. അത് മുഴുവൻ പോയി ആൾക്കാരുന്നു. എല്ലാ ചെറിയ ബിറ്റ് സ്ഥലങ്ങളായിരുന്നു എല്ലാ ആൾക്കാരുടെയും കയ്യിലിരുന്നത്. അത് മുഴുവൻ നശിച്ചുപോയി. അപ്പോൾ ആ ഒരു നമ്മളെ ഒരു 1 ലക്ഷം രൂപ എന്ന് പറയുന്നത് അവനെ ഈ ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആ വർഷത്തിൽ ഒരു മിച്ചം വെക്കാവുന്നൊരു സുഖം അത് മാത്രമുള്ളായിരുന്നു. അതിപ്പോൾ ഇല്ലാണ്ടായി കഴിഞ്ഞു. എന്തുകൊണ്ട് ഈ മണ്ണ് നിരത്തി കൃഷിയോഗ്യമാക്കണം എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് കവളപ്പാറ നിവാസിയായ രാജേഷ് ഡൊമിനിക് പറഞ്ഞത്. മുത്തപ്പൻമല ഇടിഞ്ഞിറങ്ങുന്നതിന് മുൻപ് വരെ ഈ 34 ഏക്കറിൽ തെങ്ങും കവുങ്ങും മറ്റു വിളകളും നിറഞ്ഞു നിന്നിരുന്നു. പലരുടെയും ഉപജീവന വരുമാന സ്രോതസ്സും ഈ കൃഷിയിടങ്ങളായിരുന്നു. ഇപ്പോൾ കാട് പിടിച്ചു കിടക്കുന്ന പ്രദേശത്ത് ആനകൾ വരെ ഇറങ്ങിത്തുടങ്ങി. ഭൂതാന നിവാസിയായ രഘു പറയും ഇപ്പോഴത്തെ അവസ്ഥ. ആന മിക്കവാറും ദിവസം വരുന്നുണ്ട്. ഇത് കുന്നലൊക്കെ ആന ഇപ്പോൾ രാത്രി വരുന്ന. അപ്പം അത് കാരണം ഇവിടെ ജീവിതമൊക്കെ ബുദ്ധിമുട്ടായിരിക്കുന്നു. ഇപ്പം സ്ഥലങ്ങൾ കൃഷിയില്ലേ, പിന്നെ കൂലിപ്പണിയില്ല, പിന്നെ എന്താ ചെയ്യുന്നത്? പിന്നെ ഈ ആട് വളർത്തിപ്പോൾ നമ്മളിപ്പോൾ കുറേ ആട് വളർത്തുന്നതുകൊണ്ട് ബുദ്ധിമുട്ട് വരുമ്പോൾ ഓരോ ആടിനെ പിടിച്ച് വെക്കും. അങ്ങനെ പോയി ജീവിച്ചു പോകുന്നത്. മൺകൂനുകൾ നിരത്തി ഭൂമി ഉപയോഗിക്കാൻ പറ്റുന്ന പോലെ ആക്കി കൊടുക്കണമെന്നാണ് ഇവിടുത്തുകാർ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. അതിൽ നടപടിയൊന്നുമാകാത്തതിനാൽ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇവിടുത്തെ വാർഡംഗം കൂടിയായ ദിലീപ്. പരാതികളൊക്കെ കൊടുത്തെങ്കിലും ആരും ഇടപെടാത്ത സാഹചര്യം വന്നപ്പോഴാണ് കോടതിയെ സമീപിച്ചത്. കോടതിക്കും ഈ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിനോ പഞ്ചായത്തിനോ റവന്യൂ വകുപ്പിനോ കൃത്യമായ ഒരു വിവരം കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോഴാണ് കോടതി രൂക്ഷമായി വിമർശിക്കുകയും അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ സംവിധാനങ്ങളൊക്കെ റിപ്പോർട്ടുകളൊക്കെ ശേഖരിച്ചുകൊണ്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യുന്നതിന് പരിമിതിയുണ്ടെന്നാണ് സ്ഥലം MLA PV അൻവർ പറയുന്നത്. ജിയോളജി വകുപ്പാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടതെന്നും അൻവർ. ഇതിലിപ്പോൾ പ്രായോഗികമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ജിയോളജി ഡിപ്പാർട്ട്മെന്റാണ് പറയുന്നത്. അവർക്ക് ഇപ്പോഴും ഒരു കൃത്യമായ ഈ മണ്ണ് എങ്ങോട്ട് മാറ്റും എന്നുള്ള ഒരു വിഷയം കിടക്കുന്നുണ്ട്. പിന്നെ അവിടെ തന്നെ ആ മണ്ണിന്റെ മുകളിൽ കൃഷി ചെയ്യണമെന്നാണ് അവിടുത്തുകാരുടെ ആവശ്യം. അവിടെ കൃഷികൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ആ മണ്ണ് മാറ്റൽ പ്രായോഗികമാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. കവളപ്പാറ ദുരിതബാധിതരായ ആദിവാസികളുടെ പുനരധിവാസത്തിൽ എന്ന പോലെ ഇക്കാര്യത്തിലും കോടതിയുടെ ഇടപെടലാണ് ഇന്നാട്ടുകാർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരേയൊരു കാര്യം. അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, News 18.